എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് 2024 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിനെ പറ്റിയാണ്. ഇനി വരാനിരിക്കുന്ന കേരള PSCയുടെ പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സണാണ് വിമല വിജയ ഭാസ്കർ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷെയ്ൻ വാട്സൻ്റെ പുസ്തകമാണ് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ള പുസ്തകം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പുസ്തകമാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഷെയ്ൻ വാട്സൺ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. യൂണിസെഫ് ഇന്ത്യയുടെ നാഷണൽ അംബാസഡറാണ് കരീന കപൂർ ഖാൻ. യൂണിസെഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാഷണൽ അംബാസഡർ ആണ് കരീന കപൂർ ഖാൻ. ഈയിടയ്ക്ക് മൗണ്ട് റുവാങ് എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. മൗണ്ട് റുവാങ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. മൗണ്ട് റുവാങ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ എന്ന രാജ്യത്താണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനാ ദിനമാണ് ഡിസംബർ 4. ഡിസംബർ 4 ആണ് ഇന്ത്യൻ നാവികസേനാ ദിനം. എന്നാൽ ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15 ആണ്. ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15 ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനാ ദിനം ഒക്ടോബർ 8 ആണ്. ഇന്ത്യൻ വ്യോമസേനാ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 8 ആണ്. ഒക്ടോബർ 8 ഇത് എയർഫോഴ്സിൻ്റെത്. ഇന്ത്യൻ കരസേനാ ദിനമാണ് ജനുവരി 15. എന്നാൽ ഇന്ത്യൻ നേവി ദിനമാണ് ഡിസംബർ 4. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയാണ് സുബ്രഹ്മണ്യം ജയശങ്കർ. സുബ്രഹ്മണ്യം ജയശങ്കർ എന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി. ഇന്ത്യൻ സഹായത്തോടെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാംഗസന്തുറൈ തുറമുഖം. കാംഗസന്തുറൈ തുറമുഖമാണ് ഇന്ത്യൻ സഹായത്തോടെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ് എന്ന നഗരമാണ്. സ്ട്രാസ്ബർഗ്. 2024 ലോക പുസ്തക തലസ്ഥാനം ആയിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ് എന്നുള്ള സിറ്റിയാണ്. ഫ്രാൻസിലാണ് സ്ട്രാസ്ബർഗ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസ്. 2024 അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര അവാർഡ് നേടിയത് ബാസിം ഖന്തക്ജിയാണ്. ബാസിം ഖന്തക്ജി എന്നുള്ള ആ ഒരു വ്യക്തിയാണ് 2024 അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര അവാർഡ് നേടിയത്. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് എ മാസ്ക് ദ കളർ ഓഫ് സ്കൈ. ഈ ഒരു കൃതിക്കാണ് ബാസിം ഖന്തക്ജിക്ക് 2024 അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര അവാർഡ് കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പാലസ്തീനാണ്. പാലസ്തീൻകാരനാണ് ബാസിം ഖന്തക്ജി. ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഫസ്റ്റ് എന്നുള്ള അമേരിക്ക. 2ാം സ്ഥാനത്തുള്ളത് ചൈന. 3ാം സ്ഥാനത്തുള്ളത് റഷ്യ. 4ാം സ്ഥാനത്തുള്ളത് ഇന്ത്യ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2024 ഏപ്രിൽ മാസത്തിൽ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ ഒരു സ്ഥാപനമാണ്
സൈനിക ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പണം ചെലവാക്കുന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് 4ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. സുനിൽ വത്സനും ശ്രീശാന്തിനും ഇവർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പിൽ ടീമിൽ ഇടം നേടുന്ന മലയാളിയാണ് സഞ്ജു വി സാംസൺ. സുനിൽ വത്സനും ശ്രീശാന്തിനും ഇവർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന മലയാളിയാണ് സഞ്ജു വി സാംസൺ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയുടെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് മുഹമ്മദ് റിഹാൻ. മുഹമ്മദ് റിഹാൻ എന്നുള്ള വ്യക്തിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി എന്നുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ. എന്നാൽ ISROയുടെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് എസ് സോമനാഥ്. എസ് സോമനാഥ് എന്നുള്ള വ്യക്തിയാണ് ISROയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ എന്നുള്ളത് കൂടി നമ്മൾ അഡീഷണലായിട്ട് പഠിച്ചു വയ്ക്കണം. ഇവിടെ കാങ്ക സന്തുറൈ തുറമുഖത്തിനെ പറ്റി പറഞ്ഞു. കാങ്ക സന്തുറൈ തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് KKS തുറമുഖം. KKS തുറമുഖം എന്ന പേരിലും കാങ്ക സന്തുറൈ തുറമുഖം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ആണ് ലിൻഡി ക്യാമറൂൺ. മെയ് 3-ാം തീയതിയാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. മെയ് മാസം 3-ാം തീയതി. 2024 ലോക മാധ്യമ സൂചിക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 159 ആണ്. 159. ഇതിൽ 1-ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നോർവേ, 2-ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഡെൻമാർക്ക്. 2024 ലോക മാധ്യമ സൂചികയിൽ 1-ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നോർവേ, 2-ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഡെൻമാർക്ക്, 159-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യയുടേത്. എന്നാൽ 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 161 ഇന്ത്യ. ഓക്കെ, അപ്പോൾ 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. എന്നാൽ 2024 159 ആയിട്ടുണ്ട്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റനാണ് സലിമ ടെറ്റെ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റനാണ് സലിമ ടെറ്റെ. 2024 G7 ഉച്ചകോടിയുടെ വേദിയാണ് ഇറ്റലി. 2024 G7 ഉച്ചകോടിയുടെ വേദിയാണ് ഇറ്റലി. എന്നാൽ 2024 G20 ഉച്ചകോടിയുടെ വേദിയാണ് റിയോ ഡി ജനീറോ. 2024 G20 ഉച്ചകോടിയുടെ വേദിയാണ് റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്നത് ബ്രസീൽ എന്നുള്ള രാജ്യത്താണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ G20 പറ്റിയുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ 2024 യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൽ നിനോ എന്നുള്ള പ്രതിഭാസത്തെ തുടർന്ന് ഉണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് സിംബാബ്വെ. എൽ നിനോ. ലൂണ ഇമ്പാക്റ്റ് ക്രാറ്റർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ലൂണ ഇമ്പാക്റ്റ് ക്രാറ്റർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ലൂണ ഇമ്പാക്റ്റ് ക്രാറ്റർ ഗർത്തം ഉണ്ടായിരിക്കുന്നത് ഉൽക്ക വീണിട്ടാണ്. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച മാധ്യമ പ്രവർത്തകനാണ് വിനയ് വീർ. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച മാധ്യമ പ്രവർത്തകനാണ് വിനയ് വീർ. 2024 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഇനിയും ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് എന്തായാലും ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്